നമുക്കും അതിനോടൊപ്പം പോയി മരിക്കാം എന്ന് പറഞ്ഞ വിശ്വാസത്തിന്റെ പിതാവായ തോമസ് ലീഹായുടെ മക്കളാണ് നമ്മൾ. നമ്മുടെ വിശ്വാസത്തിന്റെ പ്രത്യേകത വളരെ തീക്ഷ്ണതയുള്ളതും രണ്ടും കൽപ്പിച്ച് ഇറങ്ങുന്നതുമാണ്. എന്നാൽ ഇറങ്ങിയതിനു ശേഷം ദൈവം ചില സന്ദർഭങ്ങളിലൊക്കെ നിശബ്ദമാകുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ത് അവസ്ഥയിലാണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. ഇവിടെയാണ് ദുഃഖശനി വാസ്തവത്തിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആകുന്നത്. നമ്മൾ എന്ത് കാര്യത്തിലും ആദ്യത്തെ തീക്ഷ്ണതയനുസരിച്ച് ഇറങ്ങാറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അത്രത്തോളം എന്തൊക്കെയോ ചില സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉള്ളുപിടയാറുണ്ട്. നമ്മുടെ ആദ്യത്തെ തീക്ഷ്ണതയും സ്നേഹവും ഒന്നും പലപ്പോഴും അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയാറില്ല. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ ഇപ്രകാരം നമ്മളോട് പറയുന്നത്: നിങ്ങളുടെ ആദ്യ വിശ്വാസത്തിൽ നിങ്ങൾ അവസാനം വരെ നിലനിന്നാൽ മാത്രമേ നമുക്ക് ലക്ഷ്യം കരസ്ഥമാക്കാൻ കഴിയൂ, വിജയം വരിക്കാൻ കഴിയൂ. ദുഃഖവെള്ളി ഈശോ മരിച്ചു. ദുഃഖശനിയായ ഇന്ന് അവിടുന്ന് വളരെ ശാന്തമായി പിതാവ് ഏൽപ്പിച്ച ദൗത്യം നിശബ്ദത പുലരി. നമ്മുടെ ജീവിതത്തിൽ സുദീർഘമായ സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പിന്നെയും 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 പരാജയങ്ങളെ തന്നെ അനുഭവിക്കേണ്ടി വരുമ്പോൾ, സന്തോഷങ്ങളുടെ നാളുകൾ അസ്തമിച്ചു എന്ന് നമുക്ക് തോന്നുമ്പോൾ ഒക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ രണ്ട് കാര്യങ്ങളുണ്ടാകും. ഒന്ന്, നമ്മളുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാകും. രണ്ടാമത്, ദൈവത്തിൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ചിന്തകൾ ഉയരും. നമുക്ക് എങ്ങനെയാണ് ശാന്തമായിരിക്കാൻ കഴിയുക? നമുക്ക് ശാന്തമായിരിക്കാൻ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. എങ്കിലും മുൻപ് ഒരു ഉദാഹരണമോ ഒരു മാതൃകയോ ഇല്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. അബ്രാഹാം എങ്ങനെയാണ് വിശ്വാസികളുടെ പിതാവായി തീർന്നത്? അതിൻ്റെ കാരണം ഒറ്റ കാരണമാണ് പറയുക: ദൈവത്തിന് മരിച്ചവരിൽ നിന്ന് ജനത്തെ ഉത്പാദിപ്പിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചതുകൊണ്ട് അവൻ എല്ലാവരുടെയും വിശ്വാസികളുടെ പിതാവായി തീർന്നു എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ശക്തിയെ പരിപൂർണമായി വിശ്വസിക്കുക, സംശയലേശമെന്നെ വിശ്വസിക്കുക എന്നൊരു പ്രവൃത്തിയാണ് ദൈവം നമ്മളോട് ഈ സമയത്ത് ആവശ്യപ്പെടുന്നത്. ഇസഹാക്കിനെ ബലി കഴിക്കാൻ ദൈവം അബ്രാഹത്തോട് പറഞ്ഞു. ഒരിക്കലും അബ്രാഹാം കേട്ടിട്ടില്ല മരിച്ച ഒരാള് ജീവിക്കുന്നതായിട്ട്. വാർദ്ധക്യത്തിലെത്തിയ അബ്രാഹത്തിന് ദൈവം മകനെ നൽകി. ആ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് മകൻ ജീവിക്കുമെന്നറിയാം. പക്ഷേ ദൈവത്തിന്റെ വാഗ്ദാനം നിലനിൽക്കുന്നത് ഇസഹാക്കിലൂടെ ജനത നിനക്കുണ്ടാകും എന്നുള്ളതാണ്. കടൽ തീരത്തെ മൺതിരി പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും ഇസഹാക്കിന്റെ സന്തതി പരമ്പരയിലൂടെ നിനക്ക് മക്കളെ തരും എന്നാണ് ദൈവം അബ്രാഹത്തോട് വാഗ്ദാനം ചെയ്തത്. എന്നാൽ ഇസഹാക്ക് മരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും സന്തതിയെ ഉൽപ്പാദിപ്പിക്കാൻ ദൈവത്തിന് കഴിയും എന്ന വിശ്വാസം കൊണ്ടാണ് അബ്രാഹാം നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവായി തീർന്നത്. എങ്ങനെയാ അങ്ങനെ വിശ്വസിക്കാൻ കഴിയുക? അത് വിശ്വസിക്കാൻ അല്പം കൂടി സിമ്പിൾ കേട്ടു മതി. കാരണം അബ്രാഹത്തിന് അറിയാം കഴിഞ്ഞ 10-75 വർഷങ്ങള് വന്ധ്യതയിൽ അദ്ദേഹം എങ്ങനെയാണ് തള്ളി നീക്കിയതെന്ന്. ഇപ്പോഴാകട്ടെ വളരെ വാർദ്ധക്യത്തിൽ എത്തിയതിനു ശേഷം അസാധ്യതകളുടെ നടുവിൽ നിന്നുകൊണ്ട് അബ്രാഹത്തിന് ദൈവം ഒരു മകനെ നൽകി. ആ ദൈവത്തിന് തന്റെ ബാക്കി വാഗ്ദാനങ്ങളെ, ഇനിയും പൂർത്തീകരിക്കപ്പെടാത്ത വാഗ്ദാനങ്ങളെ നിവൃത്തി ആക്കാൻ കഴിയും എന്ന വിശ്വാസം അല്പം കൂടെ എളുപ്പമാക്കി തീർത്തു. സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്: കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് എന്നെ പരിപാലിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും. കാരണം ഇപ്പൊ പ്രത്യക്ഷത്തില് ദൈവത്തിന്റെ പ്രവൃത്തികളൊന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷേ കർത്താവ് എന്നെ പരിപാലിച്ചിരിക്കുന്ന പഴയ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കും. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. നമ്മുടെ ജീവിതത്തില് നിശബ്ദതകൾ ഉയരുമ്പോൾ കഴിഞ്ഞ കാര്യങ്ങളിലേക്കൊന്ന് ചിന്തിക്കുന്നത് നല്ലതാ. ദൈവം നടത്തിയ വഴികൾ ഓർക്കുന്നത്, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ മുമ്പില് മൂടുപടങ്ങള്, നമ്മുടെ മുമ്പില് അന്തമാക്കപ്പെടുന്ന കാര്യങ്ങള്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിരാശ കുഞ്ഞുകൂടി ഇതെല്ലാം ദൈവം തകർത്ത് കളയും. അങ്ങനെ നമ്മുടെ കണ്ണ് തുറക്കപ്പെടും. ദൈവത്തിന്റെ വഴികൾ അറിയാൻ, ദൈവം നമ്മെ നയിക്കുന്ന വഴികൾ മനസ്സിലാക്കാൻ, മുൻപോട്ട് പോകാൻ, പ്രത്യാശയോടെ ദൈവത്തെ സമീപിക്കാൻ, ദൈവത്തിനായി കാത്തിരിക്കാൻ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ശക്തിയുള്ളതായിത്തീരും. അങ്ങനെ
ദൈവത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ശാന്തമായി സമാധാനത്തോടെ നമുക്ക് കാത്തിരിക്കാം. ദൈവം പ്രവർത്തിക്കും. ദൈവം നമുക്ക് വേണ്ടി വരും. ദൈവം നമുക്ക് വേണ്ടി തൻ്റെ ശക്തി വെളിപ്പെടുത്തും. ഉറപ്പാണത്. കാരണം ദൈവം എൻ്റെ ദൈവമാണെന്നുള്ളത്. അതുകൊണ്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. കല്ലറകളിൽ ഉള്ളവരെല്ലാം മനുഷ്യപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. കാരണം ദൈവം പ്രവർത്തനം നിരതനാണ് എന്ന് പുത്രൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. പിതാവ് എപ്പോഴും പ്രവർത്തിക്കുന്നു. അതിനാൽ ഞാനും പ്രവർത്തിക്കും. ശാന്തമായിരിക്കാനല്ലേ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്? നമുക്ക് ശാന്തമായിരിക്കാം. ദൈവം പ്രവർത്തിക്കുന്നു. ഈ ദുഃഖശനി നമ്മുടെ വിശ്വാസം ഏറ്റുപറയാൻ ഉള്ളതാണ്. പ്രതികൂലങ്ങളുടെ നടുവിൽ എനിക്ക് വേണ്ടി ഒരു ദൈവം ഉണ്ട് എന്ന് ഏറ്റുപറയാൻ ഉള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം. അത് ഏറ്റുപറയാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഓഷൻ സ്റ്റാർ മിനിസ്റ്ററിയിൽ നിന്നും ദുഃഖശനിയുടെ വിശ്വാസത്തിന്റെ ശക്തി പ്രകടിപ്പിക്കാനുള്ള അഭിഷേകത്തിന്റെ ഒരു നല്ല നാൾ ആശംസിക്കുന്നു.